തമിഴ്നാട്ടിൽ ബീഹാർ മോഡൽ തെരഞ്ഞെടുപ്പ് ബോണസുമായി സ്റ്റാലിൻ സർക്കാർ. സംസ്ഥാനത്തെ 1.31 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിൽ സർക്കാർ വക 5000 രൂപ എത്തി. കലൈഞ്ഞർ വിമൻസ് റൈറ്റ് സ്കീം അഥവാ കലൈഞ്ഞർ മകളിൽ ഉரிமை തുകൈ ഗുണഭോക്താക്കളായ വനിതകൾക്കാണ് പണം കിട്ടിയത്. അർഹരായ വനിതകൾക്ക് മാസം തോറും 1000 രൂപ നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി പ്രകാരമുള്ള 3 മാസത്തെ ധനസഹായത്തിൻ്റെ മുൻകൂറായി 3000 രൂപയും ഒറ്റത്തവണ പ്രത്യേക വേനൽക്കാല ആശ്വാസമായി 2000 രൂപയും ചേർന്നാണ് ഈ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 6550 കോടി രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത്. സംസ്ഥാനത്തുടനീളമുള്ള യോഗ്യരായ കുടുംബനാഥകൾക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം നൽകുന്ന DMK സർക്കാരിൻ്റെ പ്രത്യേക ക്ഷേമ പദ്ധതികളിലൊന്നാണ് കലൈഞ്ഞർ മകളിൽ ഉரிமை തുകൈ. മാതൃകാ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പദ്ധതി തടസ്സപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തുന്നതായി സ്റ്റാലിൻ ആരോപിക്കുന്നുണ്ട്. അതിനാലാണ് സർക്കാർ ഫണ്ട് മുൻകൂട്ടി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിർദ്ദിഷ്ട ദ്രാവിഡ മോഡൽ 2.0 സർക്കാരിന് കീഴിൽ പദ്ധതി പ്രകാരമുള്ള പ്രതിമാസ സഹായം 1000 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി ഇരട്ടിയാക്കുമെന്നും സ്റ്റാലിൻ പറയുന്നു. മുഖ്യ പ്രതിപക്ഷമായ AIADMKയ്ക്ക് രാഷ്ട്രീയ പ്രഹരം കൂടിയാണ് സ്റ്റാലിൻ സർക്കാരിൻ്റെ നടപടി. തൻ്റെ പാർട്ടി അധികാരത്തിലെത്തിയാൽ വനിതകൾക്കുള്ള ധനസഹായം മാസം 2000 രൂപയാക്കി ഉയർത്തുമെന്നും അത് എല്ലാ റേഷൻ കാർഡ് ഉടമകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി വാഗ്ദാനം ചെയ്തിരുന്നു. പദ്ധതി തങ്ങൾക്ക് തന്നെ നേരത്തെ നടപ്പിലാക്കാനാവുന്നതേ ഉള്ളൂ എന്ന സന്ദേശം നൽകുക കൂടിയാണ് സ്റ്റാലിൻ സർക്കാർ ചെയ്തിരിക്കുന്നത്.